അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലും വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു പിതൃമേധാവിത്വത്തിന്റെ അടയാളമായിട്ടല്ലേ ഈ കാണിക്കുന്നത്. മോൾക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമാണ്. ഇപ്പൊ വിവരമില്ലാത്ത ആൾക്കാരാണ്, ബുദ്ധിമോശമാണ്, അപ്പൊ ജസ്റ്റ് വിട്ടേക്കാണ്. അനുമോൾ എന്നോട് പറഞ്ഞത് നീ പോയി പണി ചെയ്ത് ജീവിക്കൂളെ എന്നാണ്. അനുമോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാരണം എനിക്കറിയാവുന്ന അനുമോൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. നമ്മൾ വിചാരിച്ചു അത് കഴിഞ്ഞു അവിടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും അനുമോൾ വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ആ മെസ്സേജിന് ഏതാനും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാം ഹാക്കായി. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഞാൻ വർക്കിന് പോകാൻ വേണ്ടി റെഡിയായി സെറ്റായിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഒരു കസിൻ അടിച്ചു വാരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് അടിച്ചു വാരൽ നിർത്താൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സൗണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം എനിക്ക് തോന്നുന്നു 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എടുത്ത് സംസാരിച്ച ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഞാൻ വളരെ ലേറ്റായ വേളയിലാണ് കണ്ടത്. പക്ഷേ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ട സമയത്ത് എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് പറയുന്നത്. പൊതുവെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും ഞാൻ ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും പറയലുണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ രീതിയിലുള്ള പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിന് എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇതേ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല ചിലപ്പോൾ വേറൊരാൾക്ക് ഉണ്ടാവുക. പക്ഷെ ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് വാദിക്കാനും ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഓരോരുത്തർ അവനവൻ്റെ പെർസ്പെക്റ്റീവിൽ വീഡിയോ ചെയ്യുന്നു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഒരു വ്യക്തി എടുത്ത് സംസാരിച്ച ഒരു പെർസ്പെക്റ്റീവും അതിലാൾ കൺവേ ചെയ്ത ചില പോയിന്റിനോട് എനിക്ക് തോന്നുന്ന വൈരുദ്ധ്യവുമാണ്. അപ്പം അതാണ് ഇന്നത്തെ വിഷയം. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓവറോൾ ആയിട്ട് ഞാൻ വീഡിയോ എന്താണെന്ന് പറഞ്ഞുതരാം. അനുമോളുടെ മാരേജ് റീസെൻ്റ്ലി ആയിരുന്നു കഴിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോൺട്രവേഴ്സികൾ വന്നിരുന്നു. ആളുടെ ഒരു നല്ല ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വിഷയങ്ങളും എടുത്ത് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിട്ടില്ല. കാരണം അവരുടെ ഫോട്ടോ കൊണ്ടുവച്ച് തംബ്നെയിൽ കൊണ്ടുവച്ച് ഇപ്പോൾ ഒരു ക്ലിക്ക് ബൈറ്റ് കിട്ടുന്ന, ഇപ്പോൾ ഒരു റീച്ച് കിട്ടുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഓഫ് കോഴ്സ് അനുമോളുടെ. അതുകൊണ്ട് തന്നെ അനുമോളുടെ വീഡിയോസ് കാണാനും ഫോട്ടോസ് കാണാനും അതിലെന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നോക്കിക്കൊണ്ട് ഒരുപാട് പേര് അവരെ പേഴ്സ്പെക്റ്റീവ് എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിലെ 2 കപ്പിൾസ് അല്ല, ഒരു ചേട്ടൻ വന്നിട്ട് അനുമോളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റിൻ്റെ താഴെ ഒരു കമൻറ്റ് ഇട്ടേക്കാണ്. പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അനുവിൻ്റെ ഫാമിലി ഫുള്ള് ഇരിക്കുന്നു, സെൻറ്ററിൽ അച്ഛൻ ഇരിക്കുന്നു, അച്ഛൻ കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റിനെ ഇവർ എടുത്ത് റിയാക്ട് ചെയ്ത രീതി, അല്ലെങ്കിൽ ഇവരെടുത്ത് സംസാരിച്ച രീതി എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഒരു പാട്രിയാർക്കി ഹൈലൈറ്റ് ചെയ്യുന്നത്, അച്ഛൻ എങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിട്ട് എന്തുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റില്ല എന്താ പറയുക എൻറ്റയർലി നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ളൊരു കോൺസെപ്റ്റിനെ, ഒരു ഫോട്ടോനെ പുള്ളി അങ്ങ് എടുത്ത് പറഞ്ഞു. അപ്പോൾ അതൊന്നും ഉദ്ദേശിക്കാത്ത ആളായിരിക്കാം ഓഫ് കോഴ്സ് അനുമോൾ. അതുകൊണ്ട് തന്നെ അനുമോൾ ആ വീഡിയോന് താഴെ ഒരു കമൻറ്റ് ഇടുന്നു. ആ കമൻറ്റിനെ റെസ്പോണ്ട് ചെയ്ത് ഇവരൊരു വീഡിയോ ഇടുന്നു. അതിനുശേഷം ഇവരുടെ അക്കൗണ്ട് അങ്ങ് പോയി. ഇപ്പോൾ ഇവർ വന്ന് പറഞ്ഞത് അനുമോളാണ് എൻ്റെ അക്കൗണ്ട് കളഞ്ഞത് എന്നുള്ളതാണ്. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് വീഡിയോ എന്താണ് ഈ പെർട്ടിക്കുലർ വ്യക്തി പറഞ്ഞേ എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ഞാൻ ആ ഫോട്ടോയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലും വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു പിതൃമേധാവിത്വത്തിന്റെ അടയാളമായിട്ടല്ലേ ഈ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കുമ്പം സാധാരണ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് എടുക്കാറുള്ളത്. അനുമോളെ പോലുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ പാട്രിയാർക്കി എന്താണ്, അത് സമൂഹത്തിന് കേടാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് അറിയത്തില്ല. അനുമോൾക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമാണ്. ഇപ്പൊ വിവരമില്ലാത്ത ആൾക്കാരാണ്, ബുദ്ധിമോശമാണ്, അപ്പൊ ജസ്റ്റ് വിട്ടേക്ക്. ഇതാണ് ആ ഫോട്ടോനെ വെച്ച് ആൾ സംസാരിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ, വിത്ത് റെസ്പെക്റ്റ്, ഞാൻ താങ്കൾ പറയുന്ന ഒരു കാര്യത്തിനോടും ഞാൻ യോജിക്കുന്നില്ല. കാരണം എങ്ങനെയാണ് ഈ ഫോട്ടോയിൽ കൂടെ അനുമോള് പാട്രിയാർക്കി കാണിച്ചത്? എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ അച്ഛനും അമ്മയും മക്കളും കൂടെ ഉള്ള ഫോട്ടോ എടുക്കുകയാണ്. യൂഷ്വലി ഞങ്ങൾ എടുക്കുന്ന സമയത്താണെങ്കിൽ അച്ഛനും അമ്മയും ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഞങ്ങൾ ബാക്കിൽ വന്നൊന്ന് ഫോട്ടോ എടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം ചിലപ്പം ഈ സിറ്റുവേഷൻ നേരെ ഒരു കുറച്ച് അധികം ആൾക്കാരുണ്ടെങ്കിൽ
ചിലപ്പോൾ കാർണോരായിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ മുമ്പിലിരുത്തുക. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുക, ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുക. ഇപ്പോൾ കാരണം ഇച്ചിരി ഏജുള്ള ആൾക്കാരെ നമ്മൾ കസാരയിലിരുത്തും, കുട്ടികൾ വന്ന് നിലത്തിരിക്കും. ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കുന്നത് വളരെ കോമൺ ആണ്, സർവ്വസാധാരണമാണ്. അതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ ആ ഒരു ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 മക്കളുണ്ട്, അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അച്ഛൻ ഒരു ഹീറോ പോലെ ഫ്രണ്ടിൽ ഒന്ന് കാല് കയറ്റി ഇരുത്തിയതിനെ എന്താണ് ഇത്രമാത്രം പറയാൻ എന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല. അവിടെ എന്താണ് ഈ പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു സാധനം ഹൈലൈറ്റ് ചെയ്ത്? അല്ലെങ്കിൽ നമുക്ക് ആ ഫാമിലീനെ കുറിച്ച് കംപ്ലീറ്റ് അറിയണം. ആ ഫാമിലി ഒരു പാട്രിയാർട്ടിക് ഫാമിലിയാണ്, ആ രീതിയിലുള്ള കാര്യങ്ങൾ ആ ഫാമിലിയിൽ കാണിച്ച് കൂട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഫാദർ ഭയങ്കര സ്റ്റബേണാണ്, ഫാദർ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാത്ത സ്പേസിലാണെങ്കിലും ഭയങ്കര ഒരു ഹാർഷ് സാധനം കാണിക്കുന്ന പോലെ കാണിക്കണം. ഇവിടെ ഈ അനുമോളുടെ ഫാദറിനെ ഞാൻ പൊതുവേ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഈ ഒരു സീനിലോ അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന 1-2 സീനില്ല. ആൾ സോഷ്യൽ മീഡിയയിൽ വരാനോ ഒരു സ്പേസ് ഉണ്ടാക്കാനോ ഒന്നിനും ആൾ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ആളുടെ ഒരു ഇൻ്റർവ്യൂ പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആളുടെ ഒരു സുന്ദരമായ നിമിഷത്തിലെടുത്ത ഒരു ഫേവറേറ്റ് പിക്ചറിനെ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഇടയിൽ ഞാൻ കേട്ടു അനുമോൾ കരഞ്ഞ് പറഞ്ഞു എന്ന് പറയുന്നത്. ഇൻസെൻസിറ്റീവ് അല്ലെങ്കിൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് പെട്ടെന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ ഇമോഷണലി വീക്കായ ആൾക്കാരാണ് പെട്ടെന്ന് കരയുക. ഈ പെട്ടെന്ന് കരയുക എന്ന് പറഞ്ഞത് എന്ത് എളുപ്പമുള്ള കാര്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? അല്ലടാ, നമ്മൾ എല്ലാവരും, ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തിനെ പൊതുവേ എല്ലാവരും പറയുക ഭയങ്കര ബോൾഡാണ് എന്നുള്ളതാണ്. ഈവൻ എൻ്റെ സൗണ്ട് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊഫഷൻ കൊണ്ടൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ എത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എനിക്ക് എൻ്റെ ടിയേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നടന്നാൽ വിത്ത് സ്പോട്ട് ഞാൻ കരയും. ആൻഡ് എനിക്ക് ഭയങ്കര നെഗറ്റീവ് തോട്ട്സ് വരും, എനിക്ക് ഭയങ്കര സ്ട്രെസ്സ് വരും, ടെൻഷൻ വരും. അതുകൊണ്ട് തന്നെ ഒരാളൊന്ന് കരഞ്ഞു എന്ന് കരുതി അയാൾ ഈ കരച്ചിൽ റാണി ആവണമെന്നില്ല. ബിഗ് ബോസിലൊക്കെ ഓഫ് കോഴ്സ് വൈനു, ഓഫ് കോഴ്സ് നടന്നു, നമ്മൾ പറഞ്ഞു, അതവിടെ കഴിഞ്ഞു. എന്നിട്ടും കരഞ്ഞുകൊണ്ട് നടക്കുന്നു, റാണിയായി നടക്കുന്നു. അല്ലാണ്ട് അനുവിന് എന്താ അറിയുന്നത്? അനു പാട്രിയാക്കിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ആ ഫോട്ടോയിൽ ഈ കോൺസെപ്റ്റ് ഫീൽ ചെയ്ത് ആരെങ്കിലും ഒരാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഗൈസ്. കാരണം എനിക്ക് ഒരു വിധേനയും എനിക്കിത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ആൾ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സാധനം പറയുന്നത്. കാരണം അതിലെന്താ പറയാനില്ലേ എന്നാണ് അവസ്ഥ തിങ്കിങ്. ഇത് കഴിഞ്ഞ് അനു ആൾക്ക് ഒരു കമൻറ്റ് ഇടുകയാണ്. കമൻറ്റ് ഇത്രയേ ഉള്ളൂ, താൻ പോയി വല്ല പണിക്കും പോടോ എന്ന് പറഞ്ഞൊരു കമൻറ്റ്. അനു ഫീൽ ചെയ്തിട്ടുണ്ടാവും. കാരണം അനുവിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ അനു അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്നൊരു മനുഷ്യൻ കയറി താൻ ഉദ്ദേശിക്കാത്തൊരു മീനിങ് ഫോട്ടോന് കൊടുക്കുന്ന സമയം ഓഫ് കോഴ്സ് ഒരു പണിയില്ലാത്തവനല്ലേ ഇങ്ങനെയൊക്കെ പറയൂ എന്നുള്ളൊരു തോട്ടിലായിരിക്കാം അനു പറഞ്ഞത്. അതിനാൾ പറഞ്ഞ ഒരു റെസ്പോൺസ് നോക്കാം. അനുമോക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം, ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. അനുമോൾ എന്നോട് പറഞ്ഞത് നീ പോയി പണി ചെയ്ത് ജീവിക്കൂളെ എന്നാണ്. അനുമോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാരണം എനിക്കറിയാവുന്ന അനുമോക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അനുമോൾ സ്റ്റേജ് ഷോയിൽ പോകുന്നു, ബിഗ് ബോസ് അങ്ങനത്തെ പല പരിപാടികളിലൊക്കെ പോയിട്ടാണ് ഏൺ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും ഏർണിങ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഞാനല്ലേ എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്യാവശ്യം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് അത്യാവശ്യം ഞങ്ങൾ പഠനത്തിന് വേണ്ടി വായനയ്ക്ക് വേണ്ടി കുറച്ച് കാലങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ച് അതിനുശേഷം കോർപ്പറേറ്റിലേക്ക് കടന്നു വന്ന് കോർപ്പറേറ്റിൽ നല്ല കരിയർ ബിൽഡ് ചെയ്തൊരു മിഡ് മാനേജ്മെന്റ് ലെവലിൽ ജോലി ചെയ്യുന്നവരാണ് ഞാനും എൻ്റെ വൈഫും. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഒരിക്കലും പോയി പണി ചെയ്ത് ജീവിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ജഡ്ജ് ചെയ്യാൻ പാടില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ ഉള്ളവരാണെന്ന് ഉള്ള അനുമോളുടെ ചിന്താഗതി തന്നെ തെറ്റാണ്. മനസ്സിലായില്ലേ? സെലിബ്രിറ്റീസിന് മാത്രമുള്ളതല്ല ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക്. ആർക്കൊക്കെ എന്തൊക്കെ അഭിപ്രായം പറയാം, എന്തൊക്കെ ഷെയർ ചെയ്യാം, എന്ത് പേഴ്സണൽ ലൈഫ്, കരിയർ റിലേറ്റഡ് എന്തും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഉള്ള പ്ലാറ്റ്ഫോമാണ്. അല്ലാണ്ട് സെലിബ്രിറ്റീസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് അല്ല ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഞാൻ നേരത്തെ പറഞ്ഞത് കമൻറ്റ് എന്നായിരുന്നു. കമൻറ്റ് അല്ല, അനു പോയിട്ട് ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് മെസ്സേജ് അയക്കുകയാണ്, നീ പോയി പണി ഊളെ. അതിനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ആൾ സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം, ആദ്യം തന്നെ ഞാൻ ഒരേ സമയം ഒരു പ്രൊഫഷണൽ ജോബ് ചെയ്യുകയും ഒരേ സമയം ഞാൻ സോഷ്യൽ മീഡിയ ഒരു പ്രൊഫഷനാക്കി എടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയ ഒരു പ്രൊഫഷൻ ആക്കണം എന്ന് കരുതി എടുത്തൊരു വ്യക്തിയല്ല. എനിക്കിങ്ങനെ പൊതുവേ കുറച്ച് എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ടും എനിക്കിങ്ങനെ മീഡിയയിൽ വന്ന് സംസാരിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടും മടിയില്ലാത്തത് കൊണ്ടും ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, വ്ളോഗിങ് ചെയ്യുന്നു. വെറുതെ ഒരു രസത്തിലിരുന്ന സമയത്ത് ഒരു വിഷയം എടുത്ത് സംസാരിക്കുന്നു, അത് ആൾക്കാർ കാണുന്നു, അതിൽ അക്സെപ്റ്റൻസ് കിട്ടുന്നു, അതിൽ റീച്ച് കിട്ടുന്നു. വെറും 7K ഉള്ള അക്കൗണ്ട് നിന്ന് 75K ആക്കിയത് ഞാൻ ഓഫ് കോഴ്സ് ഇങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഞാനതൊരു ഫ്ലോയിൽ പോകുന്നു. ഇപ്പം എനിക്ക് എൻ്റെ ഒരു പ്രൊഫഷൻ ബേസിസിൽ ഞാൻ കാണുന്ന ഒരു സാധനം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്.
ഒരിക്കലും കരുതരുത് സോഷ്യൽ മീഡിയ പ്രൊഫഷൻ ഭയങ്കര എളുപ്പമുള്ള സാധനമാണെന്ന് ഒരിക്കലും കരുതരുത്. ഒരിക്കലും എന്ന് വെച്ചാൽ ഒരിക്കലും. കാരണം ഈ എന്നെ സംബന്ധിച്ച് ഏറ്റവും പാട് എൻ്റെ പ്രൊഫഷനും എൻ്റെ സോഷ്യൽ മീഡിയയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ സമയം 7:23 എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് 8:20 ബത്തേരിയിൽ നിന്ന് ബസ് കയറണം. എൻ്റെ വീട് ടു ബത്തേരി എനിക്ക് 20 മിനിറ്റ്സ് ഉണ്ട്. ഞാൻ എപ്പോൾ ഇറങ്ങണം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ. എങ്ങനെയെങ്കിലും ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇറങ്ങി എൻ്റെ ഓഫീസിലെത്തി എൻ്റെ ഓഫീസിലെ പ്രൈമറി വർക്ക്സ് അല്ലെങ്കിൽ എനിക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അതിൽ ചിലപ്പോൾ കൗൺസിലിംഗ് ഉണ്ടാവും, ചിലപ്പോൾ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ടാവും, ചിലപ്പോൾ സെഷൻ എടുക്കേണ്ടതുണ്ടാവും, ചിലപ്പോൾ തെറാപ്പി എടുക്കേണ്ടതുണ്ടാവും. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും എനിക്കൊരു ഫ്രീ കിട്ടുമ്പോൾ ഞാൻ ഇതിരുന്ന് എഡിറ്റ് ചെയ്യുക എൻ്റെ ഫ്രീ ടൈമിൽ. അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്ഷ്യൽ സാധനങ്ങൾ വന്നിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ഞാൻ വൈകുന്നേരം വരുന്നു, ഫുഡ് കഴിക്കുന്നു, ബാക്ക് ടു ട്രാക്ക് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം രണ്ട് പ്രൊഫഷനും ഒരേ ഈക്വലി കൊണ്ടുപോവുക എന്ന് പറയുന്നത് എളുപ്പകരമായിട്ടുള്ള കാര്യമല്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കണം. അതിന് രണ്ടും കൊണ്ടുപോകുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ പാടാണ്. കാരണം ഈ സോഷ്യൽ മീഡിയ വളരെ ഈസി ഉള്ളൊരു പ്രൊഫഷനാണെങ്കിൽ എനിക്ക് ഇത്ര പാടുണ്ടായിരുന്നില്ല. ഒരു വീഡിയോ എടുക്കുക, സംസാരിക്കുക, എഡിറ്റ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യലും ചെറുതൊന്നുമല്ല. എത്ര നേരം ഇങ്ങനെ നോക്കിയിരിക്കണം എന്നറിയോ. എക്സ്പോർട്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക, ടൈറ്റിൽ എഴുതുക, ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ അനുമോൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ ഒരു ജോബല്ലേ. ആക്ടിങ് ഈസ് എ പ്രൊഫഷൻ. അതിൽ നിന്ന് അനു ഏർണിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അനുവിന് റീച്ച് ഉണ്ട്, അക്സെപ്റ്റൻസ് ഉണ്ട്. അനു പല കോമഡി ഷോയിലും വന്ന് കോമഡി ചെയ്യുന്നുണ്ട്. ഒരാളെ കോമഡി ചെയ്ത് ചിരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പഠിച്ച് ജോലിക്ക് കയറി IT സെക്ടറിലൊക്കെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ടറിൽ വർക്ക് ചെയ്യുന്നത് മാത്രമാണ് ജോലി എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ജോബുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു പ്രൊഫഷൻ തന്നെയാണ്. അതിന് അതിൻ്റെതായ രീതിയിലുള്ള നല്ല രീതിയിലുള്ള എഫേർട്ടും കാര്യങ്ങളും എടുക്കേണ്ട ഒരു പ്രൊഫഷൻ തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും ഒരു പണിയും ചെയ്യാണ്ട് വെറും അഭിനയിച്ച് നടക്കുകയാണ് എന്ന് കരുതരുത്. അഭിനയിച്ച് നടക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ എഫേർട്ട് ഉണ്ട്, അതിന് അതിൻ്റെതായ പേ ഉണ്ട്, അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്, അതിന് അതിൻ്റെതായ റെസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കല്യാണം കഴിച്ചു അല്ലേ. ചേട്ടൻ്റെ കല്യാണ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര വൈറലായോ. ചേട്ടനെടുത്ത കല്യാണ ഫോട്ടോസ് ആരെങ്കിലും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തില്ല. അനുമോൾക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ്, റീച്ച്, നോളജ് ഒക്കെ, അല്ലെങ്കിൽ നോളജ് ഇൻ ദ സെൻസ് അനുമോളെക്കുറിച്ചുള്ള അറിവ് കേട്ടോ, ഇതൊക്കെയാണ് അനു എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോൾ താങ്കൾ വരെ എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായേ. അപ്പം അനുവിൻ്റെ ആക്ടിങ് ഒന്നുമല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വ്യക്തികളും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അനുമോൾ കരുതരുത് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തി വരുന്നതിന് 2-3 എയിമാണുള്ളത്. ഒന്ന് ഓഫ് കോഴ്സ് പാഷൻ്റെ പുറത്ത് ഭയങ്കര ഹാർഡ് വർക്കായിട്ട് സോഷ്യൽ മീഡിയ ഭയങ്കര റീച്ച് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പൈസയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വരുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് ഫെയിമാണ്. അപ്പം സോഷ്യൽ മീഡിയ ഒരു ഏർണിംഗ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വിഷയം എടുത്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ പൈസയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ വരുന്നത് എന്ന് അനു പറയുന്നതിൽ പ്രത്യേകിച്ച് എന്ത് തെറ്റാണുള്ളത്? ഇപ്പോൾ ഫെയിമിന് വേണ്ടിയിട്ടാണ് എന്ന് അനു പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും അനുവിനെ പറ്റി സംസാരിച്ചിട്ട് ഫെയിം ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്ക് എന്താ. പാഷൻ്റെ പുറത്താണ് എന്ന് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ പറയും പാഷനാണെങ്കിൽ ചിലർക്ക് കുക്കിംഗ് വ്ളോഗ് ഒരു പാഷനാണ് അല്ലേ, അല്ലെങ്കിൽ മേക്കപ്പ് ഒരു പാഷനാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിവ്യൂ ഒരു പാഷനാണ്, അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറയുന്നത് ഒരു പാഷനാണെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. നമ്മൾ വിചാരിച്ചു അത് കഴിഞ്ഞു അവിടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും അനുമോൾ വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ആ മെസ്സേജിന് ഏതാനും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാം ഹാക്കായി. അതെ, അപ്പോ സീക്വൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഒരു ദിവസം വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്നു. അതിന് അനുമോൾ അന്ന് വൈകിട്ട് തന്നെ കമന്റ് ചെയ്യുന്നു. രാവിലെ ആയപ്പോൾ അനുമോൾ മെസ്സേജ് ചെയ്യുന്നു. അപ്പം അതായത് അനുമോളും അത് വിട്ടിട്ടില്ല, സംഭവം വിട്ടിട്ടില്ല, ഇത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ രാവിലെ ആയപ്പോഴത്തേനും മെസ്സേജ് അയക്കുന്നു. മെസ്സേജിന് ശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാനൊരു റിപ്ലൈ കൊടുക്കുന്നു. റിപ്ലൈ കൊടുത്ത ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ശേഷം എന്റെ അക്കൗണ്ട് ഹാക്കായി. അപ്പൊ ഒരു അച്ഛൻ സെന്റിമെന്റ്സ് ഒന്നും അല്ല നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ എന്ന് പറയുമ്പോൾ അത് വൈറലാവും, മില്യൺസ് ഓഫ് ആൾക്കാർ കാണും, ഇൻഫ്ലുവൻസ് ആകും. നിങ്ങൾ സാധാ ഒരു ഫാമിലി പോയി ഫോട്ടോ എടുത്ത് അവരുടെ ആൽബത്തിൽ സൂക്ഷിക്കുന്ന പോലല്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ നാളെ ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ വീടുകളിലെല്ലാം ഇതുപോലെ ഒരു പോസ്റ്റ് വന്നെന്നിരിക്കും.
അതെ. അന്നേരം അമ്മ എവിടെ? അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ അച്ഛനെതിരെ അല്ല. ഞങ്ങൾ അച്ഛൻ ഇല്ലാത്തവരോ ഞങ്ങൾ അച്ഛനെ സ്നേഹമില്ലാത്തവരോ ഒന്നുമല്ല. ഞങ്ങള് അച്ഛനെ അമ്മയും ഒരുപോലെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എല്ലാത്തിനും ഉപരി എല്ലാവരും വ്യക്തികളായിട്ട് അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ മാനിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അച്ഛന് കൂടുതൽ ഊന്നൽ എന്ന ആ ഒരു സംഭവത്തോടാണ് നമുക്ക് എതിർപ്പ്. അച്ഛൻ അമ്മ ഒരുപോലെ തന്നെയാണ്. ആങ്ങള പെങ്ങൾ ഒരുപോലാണ്. അവർക്കിടയിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. ജെൻഡർ ബേസ് ചെയ്ത് അവരുടെ ഫാമിലിയിലെ പൊസിഷന് വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അതെ. അതേ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല കൂടുതൽ അങ്ങോട്ട് കുത്തി കുത്തി പറയാൻ മാത്രമുള്ള നിങ്ങൾ കേൾക്കേണ്ടതായ വേർഡ്സ് ഉണ്ട് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അനു കമൻറ്റ് ഇട്ടു. കമൻറ്റ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കമൻറ്റ് ഇടുന്നു, അത് കഴിഞ്ഞ് അനു മെസ്സേജ് അയക്കുന്നു, ആൾ റിപ്ലൈ കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആളുടെ അക്കൗണ്ട് പോയി. അപ്പോൾ ഇവർ പറയുന്നത് അനുമോൾ അടിച്ചു കളഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പം എനിക്കറിയില്ല അനുമോൾ അടിച്ച് കളഞ്ഞോ എന്നുള്ളത്. അനുമോൾ അടിച്ച് കളയാനുള്ള ചാൻസ് ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അനുമോളുടെ ഏതൊരു ഫാൻ ബേസ്. അനുവിന് അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. ഈവൻ ഓരോ ഇനാഗ്രേഷനിൽ പോകുന്ന സമയത്താണെങ്കിലും അത്രയ്ക്ക് ആൾക്കാരാണ് അനുവിനെ കാണാൻ വരുന്നത്. അത് ചെറിയ പ്രായം തൊട്ടിട്ട് വലിയ ഏജുള്ള മുത്തശ്ശിമാർ വരെ വരുന്നുണ്ട്. അപ്പോൾ അനുവിന് ചിലപ്പോൾ കുറേ ഫാൻ അസോസിയേഷൻസോ ചില ഗ്രൂപ്പ്സോ ഉണ്ടാവാം. ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. ഈവൻ ബിഗ് ബോസ് ടൈമിലൊക്കെ ഞാൻ കുറച്ചും കൂടെ അനുവിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓഫ് കോഴ്സ് അനീഷിനെ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് അനുമോൾ ഫാൻസിൻ്റെ ഒരുപാട് ചീത്തവിളി കമൻസുകൾ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ടുണ്ട്. കാരണം ഞാൻ ആ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തൊരു 3 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു 10 അനുമോൾ എന്ന് പറയുന്ന കമൻസും എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ടുണ്ട്. അതിന് PR ആണോ എന്താണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ കണ്ടത് വെച്ച്, സോഷ്യൽ മീഡിയയിൽ കണ്ടത് വെച്ച് അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസ് ഉള്ള ആളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അനു ആവണമെന്നില്ല, അനുവിൻ്റെ ഫാൻ ബേസസ് ഗ്രൂപ്പിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ ഈ അക്കൗണ്ട് ഡിസേബിൾ ചെയ്ത് കളഞ്ഞത്. ചിലപ്പോൾ അനു പറഞ്ഞിട്ട് ആരെങ്കിലും ഡിസേബിൾ ചെയ്ത് കളഞ്ഞതാവാനുള്ള ചാൻസസ് ആർ ഹയർ. ഇത് വളരെ കോമൺ ആണ്. പലരും വീഡിയോ ചെയ്യുന്നു, വീഡിയോയ്ക്ക് അഗെയിൻസ്റ്റ് സ്ട്രൈക്ക് വരുന്നു. ഇപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, എൻ്റെ വീഡിയോൻ്റെ താഴെയൊക്കെ എത്രയോ സ്ട്രൈക്കുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ചിലവർ സ്ട്രൈക്ക് എടുത്തിട്ട് എൻ്റെ ഒരു വലിയ റീച്ചുള്ള വീഡിയോ കംപ്ലീറ്റ് കൊണ്ടുപോയി കളഞ്ഞിട്ടുമുണ്ട്. അപ്പം ദാറ്റ്സ് ഇറ്റ്. അതൊരു പാർട്ട് ഓഫ് സോഷ്യൽ മീഡിയ. ഇതാണ്, നിങ്ങൾ റിയാക്ട് ചെയ്തു, നിങ്ങൾ അത് ചെയ്തു. നിങ്ങൾ ഇപ്പോഴും ഈ വിഷയത്തെ എടുത്ത് പറയുന്നത് അച്ഛനും അമ്മയും തുല്യരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അച്ഛനും അമ്മയും തുല്യർ തന്നെയാണ്. അമ്മ മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല, അച്ഛൻ മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല. രണ്ടുപേരും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫാമിലി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റൺ ചെയ്യൂ. ഇവിടെ എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ പറയാം, അങ്ങനെ ഒരു സാധനമേ അതിന് ഉദ്ദേശമില്ല. നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം, നിങ്ങൾക്ക് നല്ല നല്ല വിഷയങ്ങളെടുത്ത് സംസാരിക്കാം, നിങ്ങൾക്ക് ഇനിയും സംസാരിക്കാം, ഇനിയും നിങ്ങൾക്ക് ഈ ഫോട്ടോനെ കുറിച്ച് പറയാം, എല്ലാം നിങ്ങളുടെ റൈറ്റാണ്. ബട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണോ, ലൈക്ക് ആ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ. ആൻഡ് ഇപ്പോൾ കറൻറ്റ്ലി ആ പണ്ടത്തെ ഒരു പാട്രിയാർക്കി സിസ്റ്റമൊക്കെ മാറുകയാണ്. പണ്ട് അച്ഛനോട് സംസാരിക്കാൻ പേടി, അച്ഛനോട് കാര്യം കൺവേ ചെയ്യില്ല, അച്ഛൻ ഫ്രണ്ടിൽ കർക്കശമായി ഇരിക്കുന്ന അച്ഛനിൽ നിന്ന് മാറി ഇന്ന് അച്ഛനും മക്കളും ഒരുമിച്ചിരുന്ന് റീൽസ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് ലോകം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോക്കോൾഡ് പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു സാധനമൊന്നും എനിക്കറിയില്ല, മേ ബി ഉണ്ടാവാം. ബട്ട് ഗ്രാജുവലി അതൊക്കെ ഇനി പോയി വരികയാണ്. ഇനി കുട്ടികളുടെ ആർക്കി എന്ന് പറയുന്ന ഒരു ആർക്കി വരേണ്ട ഒരു ടൈമായി. അപ്പോൾ അത്ര ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയ അൺഫിൽറ്റർഡ്. താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ.